ചോദിക്കുകയാണ്, പിന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താണ് നമ്മൾ മറുപടി കൊടുക്കാനുള്ളത്? ഇനിഷ്യലി ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പം ഒരാൾക്ക് രക്ഷിക്കപ്പെട്ട് ഒരു വിശ്വാസിയായി തന്നെ ഒരു കുടുംബത്തിനകത്ത് ഒതുങ്ങി പ്രാർത്ഥിച്ച് ഒരു ചർച്ചിൽ ആരാധനയ്ക്കൊക്കെ കൂടി അങ്ങനെ അങ്ങ് ജനിച്ച് ജീവിച്ച് മരിച്ചങ്ങ് പോകാൻ കർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റും. എന്നാൽ പൊതുസമൂഹത്തിന്, പബ്ലിക്കിന്, മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനമാകണമെന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ ഒരാൾ ഹീലിംഗ് ഒരാൾക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിലൂടെ ഒരാളുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ നടക്കണമെങ്കിൽ ദൈവികമായ കൃപാദാനങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു. ഫോർ കോമൺ ഗുഡ്, പ്രോഫിറ്റ് വിത്ത് ഓൾ, എല്ലാവർക്കും വേണ്ടിയാണ്. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ്. കർത്താവ് എന്നിൽ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയില്ല. സാറേ, നമ്മളെ ഈ ഗിഫ്റ്റ് മേടിക്കുന്ന എന്തിനാ? അപ്പോൾ ഈ നമ്മളെ കാണുന്ന ഈ പ്രേക്ഷകരൊക്കെ ആർക്കെങ്കിലും കല്യാണത്തിനോ പാലുകാച്ചിനോ എന്ന് പറയുമ്പോൾ ഹൗസ് വാമിങ്ങിനോ ഒക്കെ കൊടുക്കാനായിട്ട് ഗിഫ്റ്റുകൾ മേടിക്കാറുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാനാണോ? അല്ല. ഗിഫ്റ്റ് എന്തിനാ? മറ്റൊരാൾക്ക് കൊടുക്കാൻ. എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതല്ല ഗിഫ്റ്റ്, വേറൊരാൾക്ക് വേണ്ടി മേടിച്ചതാണ് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ രോഗശാന്തിയും പ്രവചനവും ഈ കൃപാദാനങ്ങളെല്ലാം ഗിഫ്റ്റ്സ് ആണെന്ന്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി. ഇപ്പം ചിലർ ചോദിക്കാറുണ്ട്, ഇയാൾ പ്രാർത്ഥിച്ച് ഒത്തിരി പേരുടെ കണ്ണ് സൗഖ്യം പ്രാപിച്ചു, പുള്ളി എന്തിനാ കണ്ണാടിയും വെച്ചുകൊണ്ട് കിടക്കുന്നത്? ഇദ്ദേഹം പ്രാർത്ഥിച്ച് പലരുടെയും കൈ സൗഖ്യമായി, പുള്ളി എന്തോ കൈവേദനയ്ക്ക് ഓയിൻമെൻ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ഈ കൃപാദാനം നമ്മുടെ കൈ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളും പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. നമ്മൾ ഒരുപക്ഷെ അതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളോടും കരുണ കാണിക്കും. ചിലപ്പം മറ്റൊരാൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുക, രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുക. ക്രൂശിതനായി കിടക്കുന്ന സമയത്ത് ഒരു കള്ളൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ ദൈവമല്ലായിരുന്നോ, നീ ദൈവപുത്രനല്ലായിരുന്നോ, നീ നിന്നെയും രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെയും കൂടെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചത് ഇത്രയും അത്ഭുതം. അവരും താഴെ നിൽക്കുന്ന ചില പടയാളികളും ആളുകളും കളിയാക്കുന്നുണ്ട്, നീ വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തിയ ആളല്ലേ, നീ വലിയ പ്രവൃത്തിയൊക്കെ ചെയ്തവനല്ലേ, നിനക്കെന്താ ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ രക്ഷിക്കാൻ പറ്റാത്തത്? പക്ഷെ ഈ പറയുന്നവരറിയുന്നുണ്ടോ യേശു ക്രൂശിൽ മരിച്ചതും ക്രൂശിൽ കിടക്കുന്നതും യേശുവിന് വേണ്ടിയല്ല എന്നല്ല. ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങൾക്ക് ഇനിയും ജനിക്കാനിരിക്കുന്നവർക്ക്, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളുടെയും ശാപങ്ങളുടെയും പരിഹാരമായിട്ടാണ് ക്രിസ്തു ക്രൂശിതനായെന്ന് ഈ പറയുന്നവൻ അറിയത്തില്ല. ഇതുപോലെയാണ് ആളുകൾ ഇന്നത്തെ കാലത്തും ചോദിക്കുന്നത്. നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ദൈവം ഒരു കൃപാദാനം, ആ ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഒത്തിരി പേരെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്ത എലീശ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എലീശ മരണഹേതുകരമായ ഒരു രോഗം പിടിച്ച് കിടന്നു എന്ന്. അതെ, ഏറ്റവും അവസാനം അങ്ങനെയാണ് എലീശ മരിക്കുന്നത്. അതെ, പഴയ നിയമത്തിലാണെങ്കിൽ പോലും ഒരു പ്രവാചകൻ ഓപ്പറേറ്റ് ചെയ്തത്, അദ്ദേഹം അത്ഭുത പ്രവർത്തികൾ, മിറക്കിൾസ് ചെയ്തത് സ്വന്തം ഹീലിങ്ങിന് വേണ്ടിയോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറ്റുള്ളവരുടെ ഒരു പ്രയോജനത്തിന് വേണ്ടിയാണെന്ന് ഈവൻ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസോ താൻ ഹീലിംഗ് മിനിസ്ട്രി ഇല്ലാത്ത ആളാണോ? പ്രൊഫറ്റിക് ഇല്ലാത്ത ആളാണോ? 9 കൃപാദാനങ്ങളെയും ഓപ്പറേറ്റ് ചെയ്ത 5 ശുശ്രൂഷകളും അപ്പോസ്റ്റോലിക്കിന്റെ 5-fold മിനിസ്ട്രിയും ഓപ്പറേറ്റ് ചെയ്ത ആളാണ് പോൾ. ആ മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളിൽ, പ്രതിസന്ധിയിൽ, കഷ്ടതയിൽ നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദൈവത്തോട്. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന്. ഒരാളുടെ മേളിൽ ദൈവം ഒരു അഭിഷേകം പകർന്നിരിക്കുന്നത്, രോഗശാന്തിയുടെ കൃപ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അനോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആ പുള്ളിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടവരാണ്. നമ്മൾ ആരും ഇവിടെ പൂർണ്ണരോ വലിയ സിദ്ധന്മാരോ ശക്തന്മാരോ ഒന്നുമല്ല. ദൈവം നമുക്ക് ഈ കൃപ ദാനമായി നൽകിയിരിക്കുകയാണ്. മോശയെ ദൈവം അഭിഷേകം ചെയ്തത് മോശയ്ക്ക് വേണ്ടിയല്ല,
ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ഊഴിയവിചാരകന്മാർ നിമിത്തം അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണുനീര് കണ്ട് ഒരു ജനതയുടെ പരിഹാരമായിട്ട്, ഒരു ജനതയുടെ സൊല്യൂഷനായിട്ടാണ് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചത്. യെസ്. മറ്റാർക്കൊക്കെയോ അനുഗ്രഹമാകാൻ, മറ്റാർക്കൊക്കെയോ നന്മയാകാൻ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ആമേൻ. ആ കൂട്ടത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളത് സത്യവുമാണ്. അത് ദൈവത്തിന് മഹത്വം, അത് ദൈവത്തിൻ്റെ കരുണയാണ്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണം എന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. ലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കതിൽ കണ്ണുകടി ഉണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. അതെ. അത് ദൈവികമായ തീരുമാനമാണ്, ദൈവത്തിൻ്റെ ഫേവറാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ആ വാക്യത്തിൽ ആത്മാവിൻ്റെ ആ കൃപാദാനങ്ങൾ, ആ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു, പബ്ലിക്കിന് വേണ്ടി നൽകിയിരിക്കുന്നു. അപ്പം ആ ചോദ്യത്തിൻ്റെ ആവശ്യം ഇനി ഇല്ല. പ്രവാചകനായ സാമുവേൽ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി ജീവകാലം മുഴുവൻ നടന്നു. ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു, അല്ലേ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മനുഷ്യനായിരുന്നു. രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് രാജാക്കന്മാരായി എഴുന്നേൽപ്പിച്ച അഭിഷേകത്തിനായിരുന്നു. സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവല്ലായിരുന്നു. സാമുവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പം ശൗലൻ രാജാവല്ലായിരുന്നു. പക്ഷേ സാമുവേൽ അഭിഷേകം ചെയ്താൽ അവർക്ക് രാജാവാകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു സാമുവേൽ. പക്ഷെ സാമുവേലിൻ്റെ തലമുറ വഴിതെറ്റി പോയില്ലേ? ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം കൊടുത്ത ഹന്നയുടെ മകൻ. പക്ഷെ സാമുവേലിൻ്റെ തലമുറ വഴിതെറ്റിപ്പോയി. അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടുപോയി എന്ന് കരുതി സാമുവേൽ പ്രവാചകനല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സാമുവേൽ അഭിഷിക്തനല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം ദൈവം എപ്പോഴും കൃപാദാനങ്ങളെ നൽകുന്നത്, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, അവർ അഭിഷേകത്തിൽ നിറയണം, അവർ ദൈവവഴിയിൽ ജീവിക്കണം, നമ്മളത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദൈവിക പദ്ധതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്.